അനുമോളും അക്ബറും തമ്മിൽ സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി മസ്താനീൻ്റെ വക ഒരു ചീപ്പ് പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ആര്യനെ അനുമോളുടെ മേലേക്ക് ഉന്തിയിടുക, തള്ളിയിടുക. വളരെ മോശമായി. എന്ത് ചീപ്പ് ഇതാണ്. ഒരു കാര്യമായിട്ടുള്ള സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു പുഷ് ചെയ്യുന്നൊരു നേരെ പുഷ് ചെയ്തിട്ട് ആര്യൻ പിന്നെ നേരൊക്കെ പോയിട്ട് അനുമോളുടെ മേലേക്കാണ് വീണു. എന്തൊക്കെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഞാൻ ഇന്നലെയാണ് ബിഗ് ബോസിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 24 മണിക്കൂറായി. ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ഇത്ര ലെങ്ത്ത് കൂടിയതിന് ശേഷം, ഇത്ര ടൈം ഡിലേക്ക് ശേഷം വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഫാക്ടറി ടാസ്കിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ള കണ്ടീഷനിലാണ് നിന്നിട്ടുള്ളത്. കുറച്ച് തിരക്കായിപ്പോയി. പെട്ടെന്നാണ് ലൈവിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ സീസണിൽ ആദ്യമായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അനുമോളൊന്ന് ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. അനുമോളൊന്ന് ഗിയറൊക്കെ മാറ്റി ഒന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് അക്ബറിനായിട്ട് ഒരു കിഡിലൻ ഫൈറ്റ് ഉണ്ടായി. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ശരി തെറ്റുകൾ വിലയിരുത്തുന്നില്ല, കാരണം വെച്ചാൽ ഇതൊരു ഷോ ആണ്. ചില സമയത്തൊക്കെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുക, എൻ്റെ അഭിപ്രായം പറയും, ഇത് ചെയ്ത് ശരി. ഇതിൽ ഞാൻ അതല്ല പറയുന്നത്. ഈ ഒരു ഫൈറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം, 1-2 കാര്യം ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓഡിയോ പ്ലേ ചെയ്യുന്നതിനോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ ഒറ്റ കാര്യത്രേ പറയുള്ളൂ. ഈ മിണ്ടാതെ പിന്നെ ചന്ദനക്കുരയൊക്കെ തൊട്ടിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തൊരു പോലൊക്കെ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഇടുക, എന്നിട്ട് എല്ലാവരും കൂടി കോർണർ ചെയ്യപ്പെടുക, എന്നിട്ട് അതിൻ്റെ ബേസിസിൽ ആൾക്കാർ സഹതാപത്തിൻ്റെ വോട്ട് കൊടുക്കുക, ബിഗ് ബോസ് വിന്നറാവുക. ഇതിനോടാണ് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്തത്. നേരെ മറിച്ച് അടിപൊളിയായിട്ട് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പ് അനുമോളും അക്ബറും തമ്മിലുള്ള സംസാരമാണ്. ഒരു രക്ഷയില്ല. രണ്ടാളും കട്ടയ്ക്ക് നിന്നു. അക്ബർ 2 കാര്യം പറയണം. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അക്ബർ അവിടെ കുറച്ച് ഡൗൺ ആയിപ്പോയി. എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അനുമോൾ പറഞ്ഞ് ശരിയും തെറ്റും ഞാൻ വിലയിരുത്തുന്നില്ല. രണ്ടാളുടെയും ശരി തെറ്റുകൾ ഇതിൽ ഞാൻ വിലയിരുത്തുന്നില്ല, കാരണം വിഷയം വേറെ ഒന്നാണ്. പക്ഷെ അവർ രണ്ടാളും അങ്ങോട്ടും കൂടെ നല്ല രീതിയിൽ സംസാരിച്ചു. അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അനുമോളൊന്ന് കരഞ്ഞില്ല. പക്ഷെ ഞാനവിടെ ടെൻഷനല്ല, ഞാൻ പേടിച്ചിട്ടുള്ളൊരു സർപ്രൈസ്. പേടിയും ടെൻഷനൊന്നല്ലേ, ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. അക്ബറിൻ്റെ വായന എന്തെങ്കിലും മോശമായിട്ട് സംഗതി വീഴുമോ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, മറ്റുള്ളവരെ മാതിരി ആയിരിക്കില്ല. അക്ബറിൻ്റെ വായന എന്തെങ്കിലും അങ്ങനത്തെ സംഗതി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പിടിച്ച് തൂങ്ങിയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്ന വ്യക്തിയല്ല അനുമോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല കേസും അനുമോളോട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പലതിന് മുന്നുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല. ഏകദേശം ആ സംസാരത്തിൻ്റെ വക്കത്തേക്ക് എത്തി. ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. പക്ഷെ എന്നാലും അവിടെ അക്ബർ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അനുമോളും അക്ബറും തമ്മിൽ അടിപിടി ഉണ്ടായി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. കിച്ചണിലേക്ക് വേറെ ആർക്കും എൻട്രി ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജിസേലിൻ്റെ കിച്ചൺ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഞാൻ വീണ്ടും അതെടുത്ത് സംസാരിക്കുന്നില്ല. പക്ഷേ എന്തായാലും കിച്ചണിലേക്ക് ആർക്കും എൻട്രി പാടില്ല. എല്ലാവരും വിശന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ്. ഫാക്ടറിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് എല്ലാവർക്കുള്ള ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനുമോള് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി യെസ്, അതിനാണ് വേണ്ടത്, അതിനാണ് ബിഗ് ബോസ്. പക്ഷെ അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഇന്ന് ഞാൻ വോയിസ് പ്ലേ ചെയ്യാം. അനുമോൾ വീണ്ടും പറയുന്നുണ്ട്, ഞാനിവിടെ കണ്ടൻറ്റ് കൊടുക്കാനാണ് വരുന്നത്, അതിനുള്ള പേയ്മെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, കണ്ടൻറ്റ് കൊടുക്കാനും പേയ്മെൻറ്റ് കിട്ടാൻ ഞാൻ സ്ക്രീൻ സ്പേസ് എടുക്കും, അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഞാൻ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് വേണം ഇവർക്ക് ബിഗ് ബോസ് റൺ ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഞാൻ കണ്ടൻറ്റ് കൊടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വീണ്ടും കണ്ടുവന്ന് അന്നുണ്ടായതാണ്. ലാലേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് അതിന് അനുമോൾക്കെതിരെ വാർണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് അനുമോൾ തുള്ളി പോലും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇത്ര മാത്രമാണ്. സ്വാഭാവികമായിട്ടും ലാലേട്ടൻ വീണ്ടും എപ്പിസോഡിൽ വന്നിട്ട് അത് ചോദിക്കുമ്പോൾ അവിടെ വീണ്ടും അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. നോ പ്രോബ്ലം, അതുതന്നെയാണ് ഗെയിം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നിട്ട് ക്യൂട്ട്നെസ് എറിയുന്നു എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുന്നേക്കാളും ഭേദമാണ്. ഇതുപോലെ എൻ്റർടൈനിങ് ഒന്നല്ല, അരോചകമായിട്ട് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. എന്തായാലും ഇങ്ങനെ ഒച്ചിമിളി ഉണ്ടാക്കുക, എന്തായാലും പറയുക, ആ ഒരു രീതിയിൽ കൊടുക്കുന്നത് രസമുണ്ട് കേൾക്കാൻ. എനിക്ക് രസമുണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എൻഗേജിങ് ആണ്. എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യട്ടെ അല്ലേ. എന്തായാലും എന്താണ് അനുമോൾ അക്ബറും തമ്മിലുണ്ടായ വിഷയം? അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഫ്രിഡ്ജിൽ കയറി ക്യാരറ്റ് എടുത്ത് കഴിച്ചു. ഇതാണ് വിഷയം. ഈ ഒരു വിഷയത്തിൻ്റെ മേൽ അനുമോളെ പിന്നെ പ്രവീൺ ചൂടാവുന്നുണ്ട്. പ്രവീൺ ചൂടാവുമ്പോൾ അനുമോൾ തിരിച്ച് ചൂടാവുന്നില്ല, തിരിച്ച് കരയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അനുമോൾ അവിടെ ചിരിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ ഇത്രയും കാലം കരഞ്ഞിരുന്നത് കംപ്ലീറ്റ് വേറൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ഫേക്ക് എന്ന് ഞാൻ പറയുന്നില്ല,
ഗെയിം സ്ട്രാറ്റജി. ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് ആൾക്കാർ പോകുന്നത് അവരുടെ റിയൽ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുള്ള കണ്ടീഷനല്ലേ. അതല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സീസണത്തെ വിന്നറെ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അതേ സിറ്റുവേഷൻ തന്നെ ഇത്ര ദിവസമായിട്ടും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറായി അനുമോൾ മാറുന്നുണ്ടെങ്കിൽ ഇതുവരെ അനുമോൾ നിന്നതൊന്നെങ്കിൽ ഫേക്കാണ്, അല്ലെങ്കിൽ ഫേക്ക് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഫേക്കായിട്ടുള്ള പരിപാടികൾ. എന്തായാലും അനുമോൾ ഗിയർ മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സൂചനയാണ്. വോയിസിലേക്ക് പോകാം. എത്രത്തോളം ഈ വോയിസ് ക്ലിയർ ആവുന്നുള്ളത് അറിയില്ല, കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, ക്ഷമിക്കണം. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ വോയിസ് കേൾപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ സ്പീക്കറിൽ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. കേൾക്കാം. അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് മാത്രം എനിക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അനുമോൾ പറഞ്ഞിട്ടുള്ള സംഗതി ലാലേട്ടൻ പറഞ്ഞാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് മാത്രം, അത് ഇത്ര ഒരു സുഖമുള്ള കേസല്ല. അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിന് തന്നെയാണ് പോകുന്നത്. എല്ലാവരും ആരാ അവിടെ കോണ്ടന്റ് കൊടുക്കാനല്ലാതെ പോകുന്നവർ? എല്ലാവരും അതിന് തന്നെയാണ് പോകുന്നത്. അത് എല്ലാവരും അതിനെയാണ് ചെയ്യുന്നത് തന്നെ ആയിരിക്കാം. പക്ഷെ അതിങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് എനിക്കെന്തോ പേഴ്സണലി ഡസൻ ലുക്ക് നൈസ്. അത്ര അതൊരു സുഖം തോന്നുന്നില്ല. അല്ല, നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഒരു കളിക്കുന്നത് വേറെ കഥ. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സുഖം തോന്നുന്നുണ്ടാവും, അത് വേറെ കഥ. അതായത് ഈ ആപ്പ് മറ്റേ ഓറഞ്ചൊന്നല്ല, ക്യാരറ്റ്, എല്ലാം വെജിറ്റബിളാണെന്ന് വെച്ചാൽ തള്ളി കളയാൻ പറ്റില്ലല്ലോ. തിന്ന് തന്നെ പറയണല്ലോ അല്ലേ. ക്യാരറ്റ് കഴിച്ചു. ഈ ക്യാരറ്റ് കഴിച്ചിട്ടുള്ളത്, ക്യാരറ്റ് ഇന്ന് കഴിച്ച് കോണ്ടന്റ് ഉണ്ടാക്കി അടിപൊളി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ജയിൽ നോമിനേഷൻ വരുന്ന സമയത്ത് ഇതിനെ ആൾക്കാർ നോമിനേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ജയിലിൻ്റെ ഉള്ളിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ചെന്നിട്ട് ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് കോണ്ടന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അക്ബർ പറയുന്നത്. അതിന് മറുപടി ആയിട്ടാണ് അനുമോളുടെ ഈ സംസാരം കേട്ടോ. ബാഡ്, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. പാട്ട് പാടാറോ ചെറിയ കഴിവല്ല കേട്ടോ. നീ എന്താ അവിടെ കിടന്ന് കാണിക്കുമോ, പാട്ട് പാടുമോ എന്ന് പറഞ്ഞാൽ അത് ഒരു സുഖമില്ലാത്ത. പാട്ട് പാടാൻ ചെറിയ കഴിവാണോ? പാടാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ടുപോലും പറ്റുമോ എനിക്കറിയില്ല. അക്ബർ നന്നായി പാടും, അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അത് പിന്നെ അതൊരു കഴിവ് തന്നെയാണ്. അത് പോട്ടെ, അവർ ഗെയിമേഴ്സാണ്, അവർ തമ്മിൽ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നമുക്കത് കേൾക്കുന്ന സമയത്ത് തിരിച്ചത് നിനക്ക് എന്തൊട്ട് അറിയാമെന്ന് വയ്ക്കുന്ന സമയത്ത് അനുമോൾ എന്തൊക്കെ അഭിനയം പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നുണ്ട് അല്ലേ. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ അവരൊരു ഗെയിം ഷോക്കകത്താണ്. ഞാനിവിടെ പാടുകയും ചെയ്യും, കണ്ടന്റ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നിനക്ക് കണ്ടന്റ് കൊടുത്തോ, നിനക്ക് പാടാൻ കഴിയില്ല. നിനക്ക് പാടാൻ കഴിയില്ല. പാടാൻ കാര്യത്തിൽ പാട്ടുകാരോട് അസൂയപ്പെട്ട് കാര്യമില്ല. പാട്ടുകാരോട് അസൂയപ്പെട്ട് കാര്യമില്ല. ക്യൂട്ട്നെസ് വാരി വെച്ചതല്ല കണ്ടന്റ്, ക്യൂട്ട്നെസ് കാണിക്കാനല്ല കണ്ടന്റ്. അത് മനസ്സിലാക്കി. കണ്ടന്റ് ഇങ്ങനെ കാണിക്കാനല്ല കണ്ടന്റ്, അത് മനസ്സിലാക്കി. നീ പറഞ്ഞില്ലേ പാടാൻ കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്. ആയിക്കോട്ടെ, നിന്റെ കണ്ണിൽ കാണില്ല, നിന്റെ കണ്ണിൽ കാണില്ല. നിന്റെ അവിടെ എന്തോ ഒരു സംഭവം ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തു കേട്ടോ. അക്ബറിന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കും, പക്ഷെ പോയിട്ടില്ല. നിന്റെ കണ്ണിലെല്ലാം ബോഡി ഷേമിങ്. നിനക്ക് പുച്ഛാണല്ലോ, നിനക്ക് എല്ലാവരെയും പുച്ഛമുണ്ട്, നിനക്ക് എല്ലാവരെയും പുച്ഛമുണ്ട്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ട്, എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ട്. നിനക്ക് എവിടെ ഇരിക്കണം അവിടെ പോടാ മുതുക്ക. അനുമോളെ ഭാഗത്ത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലങ്ങനെ ആ ചന്ദനക്കുരയൊക്കെ തൊട്ട് സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാവമായിട്ട് ഒരു പ്രത്യേക ഒരു മുഖം ഉണ്ടല്ലോ. ഞാൻ ആ മുഖം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇടാം. അതെ, എനിക്ക് ഓർമ്മ ഉണ്ടാവും, എനിക്ക് അറിയണ്ടാവും, ഒരു പാവം പിടിച്ച മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ജയിലിൽ പോയാലോ നാടകം കാണിക്കല്ലേ. ഇത് മാത്രം അവനെ അറിയാം. പാട്ട് പാടാൻ പ്രേക്ഷകർക്ക് വേറെ ഏഷ്യനിൽ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവർക്ക് അതിന് അല്ലാതെ ഈ ബിഗ് ബോസിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാർ നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണോ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? പിന്നെ കുറെ കാര്യങ്ങളെ കൊണ്ടിട്ടാൽ മതി.
നിനക്ക് പാടാനേ അറിയോ? പാടാനേ അറിയോ? അല്ല, അനുമോൾക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയോ? ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ ഒരു ഇത് പറയാം. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? നിനക്ക് എന്തേലും ഒരു കഴിവുണ്ടടാന്നൊക്കെ മനസ്സിലാക്കാൻ അതാണ് നിന്റെ പ്രശ്നം. പോയി അടുപ്പിന്റെ മൂട്ടി പോയി അപ്പൊ തീർത്ത് നീ ചാടിക്കോളൂ. അപ്പൊ നീ ചാടും. അങ്ങനെയെങ്കിൽ ആ ബോഡി നനങ്ങിട്ടു. ഭഗവാനെ, കുടുംബ പ്രേക്ഷകർ സഹിക്കോ? അയ്യോ, ഇതെന്റെ കുട്ടിയല്ല, എന്റെ കുട്ടി ഇങ്ങനല്ല എന്നൊക്കെ പറയൂ. ക്യൂട്ട്നെസ് പ്രതീക്ഷിച്ചിട്ടേ പാവം പിടിച്ച അനുമോളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് പെട്ടെന്ന് ഇടി കൊട്ടിയവര്. ഒരു ബോംബ് 2 ബോംബ് പറഞ്ഞാല് കുടുംബ പ്രേക്ഷകരെ ഞാൻ എന്റെ ബോഡി തീരുമാനിച്ചു. കേട്ടാ എവിടെയെങ്കിലും കൊണ്ടുവിടണം. നീ ചെയ്തോണ്ടിരിക്കണത് രേണു ചേച്ചി തന്നെ നീയും ചെയ്യണത്. ആയിക്കോട്ടെ, എടാ അതൊക്കെ ഒരു കഴിവാണടാ. അല്ല 24 മണിക്കൂർ കുത്തുതിരിപ്പ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കഴിവല്ലടോ. ഇവിടെ പോയി കണ്ടന്റ് കൊടുക്കടാ. എടാ വല്ലനെ കൂട്ടി പോയി കണ്ടന്റ് ഉണ്ടാക്കാതെ നീ പോയി കണ്ടന്റ് കൊടുക്കടാ. പോയി കുറെ ഹൈറ്റ് മേറ്റുണ്ടായിട്ട് ഒരു കാര്യമില്ലടാ. പോയി കണ്ടന്റ് കൊടുക്കടാ. ഒരു പാട്ടുകാരൻ വന്നിരിക്കുന്നു, പാട്ടുകാർക്കും കൂടെ ശാപമായിട്ട് പാട്ടുകാരൻ പോയി കണ്ടന്റ് കൊടുക്കണം. ഫോൺ ഇറങ്ങി അവൻ ജയിലിൽ കിടക്കാൻ അവന് അസൂയ. ഞാൻ ജയിലിൽ കിടന്ന് ഗ്രൂപ്പ് വലിച്ചു വരുന്നതിനെ കൂടെ കൊണ്ടു നടന്നതിനെ പുറത്താക്കുകയും ചെയ്തു അവൻ കാരണം. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അതേ വിളിച്ചു വരുത്തി അവളെയും പോയി. പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി അനു. പാടറക്കാൻ ചേച്ചി സ്ട്രാറ്റജി ചേഞ്ച് ആക്കി, കരച്ചില് മാറ്റി, അപ്പൊ സംസാരിക്കലായി. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വന്നതല്ല, ഗെയിം കളിക്കാൻ വന്നതാണ്. നീ എന്തുണ്ടാക്കി ഇവിടെ? കൂടെ നൻപെണ്ണ് വന്ന് കൊണ്ടു നടന്നാണെങ്കിൽ പറഞ്ഞിട്ടില്ലേ? ആ പാവത്തെ പറഞ്ഞിട്ടില്ലേ? കൂട്ടുകാരനെ അവന്റെ 100 പ്രാവശ്യം പറഞ്ഞു. നീ കുത്തി, നീ കട്ടപ്പേണ്, നീ കുത്തി. ഇതിന്റെ സീൻ ആരെങ്കിലും കണ്ടോ? സീന് കാണണമായിരുന്നു കേട്ടോ, ഒരു രക്ഷയിലായിരുന്നു. പോയി കേക്ക് കൊടുക്ക. പോടാ പോടാ പോയി അടുപ്പിന്റെ മൂട്ടി പോയി അവിടെ അനങ്ങട്ടെ. നീ അവിടെ 24 മണിക്കൂർ അത് തന്നെ രാവിലെ എണീക്കുന്ന ഒരു കപ്പും പിടിച്ചോണ്ട് അവിടെ പോയി ഇരിക്കും. പിന്നെ അങ്ങോട്ട് നടക്കുന്നു. പിന്നെ അവിടെ പോയി ആഹാരം ഉണ്ടായെന്ന് പറയും. അവിടെ നോക്കും, അവിടെ വെച്ച് കഴിക്കും, പോയി വീണ്ടും അവിടെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, അവിടെ നോക്കും. എവിടെയാണ് കണ്ടന്റ് നടക്കുന്നത് അവിടെ പോയതുകൊണ്ട് വീണ്ടും അവിടെ കിടന്നു. ഒന്നും അറിയാതെ പോയിട്ട് എന്ത് സംഭവിച്ചു? അത് പറഞ്ഞ തെറ്റാണ്, അത് പറഞ്ഞ തെറ്റാണ്, അത് പറഞ്ഞ തെറ്റാണ്. എന്താണ് നടക്കുന്നത് പോലും അറിയത്തില്ല. എന്നിട്ട് അവന് ഞാൻ ജയിലിൽ കൂടെ ഭയങ്കര ഈഗോ പോലും. അവൻ എന്തിനാന്ന് അറിയാന്ന്. ഞാൻ പിന്നെ ഇവിടെ എന്ത് ചുമ്മാ കിടക്കാനാണ് ഞാൻ വന്നത്? ഞാൻ ചുമ്മാ വന്നത്. പിന്നെ അതുകൊള്ളാം. അല്ല ഞാൻ വലിഞ്ഞാറ് വന്നൊന്നുമില്ല. ഇവിടെ ഇവർക്ക് എന്താണ് വേണ്ടത്? അക്ബർ താണു, വേറെ മാർഗമില്ല, അല്ലെ അക്ബറിന്റെ കയ്യിൽ നിന്ന് പോകും. കേട്ടാ അവന് ഞാൻ ജയിലിൽ പോകണമെന്ന് പിടിക്കുന്നില്ല. അവന് ജയിലിൽ ഞാനിവിടെ എനിക്ക് ഇവിടുത്തെ ജയിലിൽ കിടക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്. കാരണം എനിക്ക് അവിടെ കിടക്കുമ്പോഴേ എനിക്ക് നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ കൊടുക്കും, ഇനിയും കൊടുക്കും. അങ്ങനെയെങ്കിലും എടാ എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെങ്കിൽ അത് എന്റെ ഭംഗിയാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു അനുമോൾ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുന്നു. അത് എന്റെ ഭംഗിയാണ്. അത് നിങ്ങൾക്കില്ലാതെ എന്റെ കുറ്റമാണോ? ക്യൂട്ടാണ്. വാ തുറക്കുമ്പോ ക്യൂട്ടില്ല കേട്ടാ. എല്ലാം ഒറിജിനൽ തന്നെയാ. ജിസേല് പറഞ്ഞതിലിടക്കേ വാ തുറക്കുമ്പോഴാ ക്യൂട്ട്നെസ് പോയിന്ന്. അതങ്ങനെ തന്നെയാണ്, എല്ലാം ഒറിജിനൽ തന്നെയാണ്, പ്ലാസ്റ്റിക് അല്ല. യെസ്, ഇതിൽ നിർത്തട്ടോ തൽക്കാലം. ഭയങ്കരമായിരുന്നു. ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അനീഷും ആര്യനും തമ്മിൽ അടി നടന്നിട്ടുള്ളത്. ഭയങ്കര അടിയായിരുന്നു. കാരണം വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് ഒരു പിതാവിനെ സ്മരിച്ചു. പിതാവിനെ അനീഷിൻ്റെ
ഫാദറിനെ പറയുന്നു, അനീഷ് വീട്ടിലുള്ളവരെ പറയുന്നു. പരസ്യമായ തന്തയ്ക്ക് വിളിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ക്ണാപ്പൻ എന്ന് വിളിച്ചു, അങ്ങനത്തെ അതിന് മറുപടി ആയിട്ടാണ് എൻ്റെ വീട്ടിലുള്ളവരെ പറയും. അപ്പോൾ ആര്യൻ്റെ വക നീ പിതാവിനെ സ്മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി അപ്പുറത്ത് അനീഷും ആര്യനും തമ്മിൽ നടക്കുന്നുണ്ട്. എന്തായാലും 1-to-1 ഗെയിം അടികൾ നടന്നുകൊണ്ട് ബിഗ് ബോസിൽ വമ്പൻ കോണ്ടന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെയൊക്കെ കളിക്കണം, അല്ലാണ്ട് ഇങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണമെന്നല്ല. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, ചിലർക്ക് യോജിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഉണ്ടാതിരുന്ന് വെറുതെ ക്യൂട്ട്നെസ്, വെറുതെ കോർണറിങ് മാത്രം ഏറ്റുവാങ്ങിയിട്ട് ഒരാൾ ഗെയിം ചെയ്യും. ഞാൻ എൻ്റെ പേഴ്സണൽ അത്രയേ ഉള്ളൂ, എൻ്റെ സംഭവത്തിലാണ്. നമുക്ക് ആരും ഭാഗം നിൽക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംഗതി കൊടുക്കുന്ന വ്യക്തികൾ ജയിക്കട്ടെ, ബിഗ് ബോസിന് കോണ്ടന്റ് കൊടുക്കുന്നവർ. അത് പിന്നെ രീതിയിലാണ് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ്, ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇന്ന പോലെ എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ അതൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കൊടുക്കട്ടെ. അല്ലാണ്ട് കോർണറിങ് ഗെയിം എടുത്തിട്ട് അത് മടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതൊറ്റ കാര്യം കൊണ്ട് അനുമോളുടെ കേസിൽ ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവരും കൂടി വെറുതെ ഇട്ട് കോർണർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങിയിട്ട് ജയിച്ച് പാസ്സായി, മാർക്ക് വാങ്ങി പുറത്തേക്ക് ഇറങ്ങാറ് അത്ര ഒരു സുഖമുള്ള ഏർപ്പാടല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലുള്ള ലൈവ് വീഡിയോസ് എല്ലാ പരിപാടികളുമായിട്ട് വരാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.